So, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5 കൂടുതലും റോക്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ റോക്സ് ആർ സബ്ജക്റ്റഡ് to a number of internal as well as external forces during their formation as well as during their entire lifetime. Okay, so rock ഉണ്ടാവുന്ന സമയം തൊട്ട് അതിൻ്റെ ലൈഫ് ടൈം ത്രൂ ഔട്ട് അത് ഇന്റേണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ ഫോഴ്സസ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, സോ ഈ ഇന്റേണൽ എക്സ്റ്റേണൽ ഫോഴ്സസ് കാരണം ഈ റോക്സിൽ കുറേ സ്ട്രക്ചറൽ പാർട്സ് ഉണ്ടാവും. അതിൻ്റെ സ്റ്റഡീനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ജിയോളജി എന്ന് പറയാൻ പോകുന്നത്. സോ മൊഡ്യൂൾ 5 മെയിൻലി ഡീൽസ് വിത്ത് സ്ട്രക്ചറൽ ജിയോളജി. സോ വാട്ട് ആർ പ്രൈമറി സ്ട്രക്ചേഴ്സ്? Structural features that are developed in the body during its formation stage. Formation stage-il ഉണ്ടാവുന്ന structural features-നെയാണ് നമ്മൾ primary structure എന്ന് പറയുന്നത്. Okay, for example, lamination, stratification, etc. And formation കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിലുണ്ടാവുന്ന structural features-നെയാണ് നമ്മൾ secondary structures എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ആണ് folding, faults, jointing, etc. ഓക്കെ, സോ നമ്മൾ പ്രൈമറി സ്ട്രക്ചേഴ്സിനെ പറ്റി ഈ 4 മൊഡ്യൂൾസിൽ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇനി അങ്ങോട്ട് നോക്കാൻ പോകുന്നത് സെക്കൻഡറി സ്ട്രക്ചേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളതാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ജിയോളജിക്കൽ സ്ട്രക്ചേഴ്സ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ജിയോളജിക്കൽ സ്ട്രക്ചേഴ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട 2 കാര്യങ്ങളാണ് ഡിപ്പും സ്ട്രൈക്കും. വാട്ട് ഈസ് ആറ്റിറ്റ്യൂഡ്? ആ കല്ല് എങ്ങനെയാണോ അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ്ഡ് ആയി കിടക്കുന്നത് അതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ റോക്ക് എന്ന് പറയുന്നത്. ഡിപ്പ് ആൻഡ് സ്ട്രൈക്ക് ആർ ദ 2 ബേസിക് ടേംസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് എനി റോക്ക് ബോഡി. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിപ്പാണ്. വാട്ട് ഈസ് ഡിപ്പ്? സി, ഈ പടത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ഡിപ്പ് എന്ന് പറയുന്നത്. Okay, this is the horizontal plane, this is the inclined layer. See, rocks ഒന്നെങ്കിൽ horizontal ആയിട്ട് അല്ലെങ്കിൽ vertical ആയിട്ട് അല്ലെങ്കിൽ inclined ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഈ inclined layer horizontal plane ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ dip angle എന്ന് പറയുന്നത്. Let's see what is dip. Dip is defined as the maximum angle of inclination of a layer of rock with the horizontal. ഇപ്പോൾ ഹൊറിസോണ്ടൽ ലെയർ ആയിട്ടാണ് റോക്ക് കിടക്കുന്നതെങ്കിൽ ഡിപ്പ് ആംഗിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. വെർട്ടിക്കൽ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഡിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഡിഗ്രി ഓഫ് ഇൻക്ലിനേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇൻക്ലിനേഷൻ. ഓക്കെ, ഡിഗ്രി ഓഫ് ഇൻക്ലിനേഷൻ നമുക്ക് 0 തൊട്ട് 90 ഡിഗ്രി വരെ പോവാം. അതാണ് ഞാൻ ഹൊറിസോണ്ടലിനെയും വെർട്ടിക്കലിനെയും കേസ് പറഞ്ഞത്. The layers may be inclined in a geographic direction. That is, ഒന്നെങ്കിൽ ഈസ്റ്റ്വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ വെസ്റ്റ്വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ നോർത്ത്വേർഡ് ഓർ സൗത്ത്വേർഡ് ഓർ ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ഈ ലെയേഴ്സ് ഇൻക്ലൈൻ ചെയ്ത് കിടക്കുന്നത്. സോ ദി ഡിറക്ഷൻ ഇസ് ഡിറ്റർമിൻഡ് വിത്ത് എ സിമ്പിൾ കോമ്പസ്. സോ ഏത് ഡിറക്ഷനിലാണ് ആ റോക്കിന്റെ ലെയർ കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു കോമ്പസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. Whereas the angle of dip is determined with an instrument called clinometer. Okay, നിങ്ങളിത് സർവേയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. Clinometer is an instrument used for measuring the slope അഥവാ vertical angles മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റിനെയാണ് ക്ലിനോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിപ്പിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു സിമ്പിൾ കോമ്പസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ആംഗിൾ എന്ന് പറയുന്നത് ക്ലിനോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. സെക്കൻഡ് നമുക്ക് പഠിക്കാനുള്ള ടേം ആണ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. വാട്ട് ഈസ് സ്ട്രൈക്ക്? ഇറ്റ് ഈസ് എ ജിയോഗ്രഫിക് ഡിറക്ഷൻ ഗിവൻ ബൈ ദി ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ വിത്ത് ദി ബെഡിംഗ് പ്ലെയിൻ ഓഫ് എ ലെയർ ഓഫ് റോക്ക്. ഇൻ വിച്ച് ഡിറക്ഷൻ ദ ബെഡിംഗ് പ്ലെയിൻ ഇസ് ഇൻക്ലൈൻഡ് വിത്ത് ദ ഹൊറിസോണ്ടൽ ഇസ് കോൾഡ് ദി സ്ട്രൈക്ക്. So it is measured with the help of a compass. നമ്മൾ ഡിപ്പ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് ആ ഇൻക്ലൈൻഡ് ആയിട്ട് കിടക്കുന്ന ലെയർ ഏത് ഡിറക്ഷനിലേക്കാണ് ഇൻക്ലൈൻ ചെയ്ത് കിടക്കുന്നതെന്ന്. ആ ഡിറക്ഷനെയാണ് നമ്മൾ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ഓക്കെ,
സി നമ്മുടെ സ്ട്രൈക്ക് എന്ന് പറയുന്നത് മാപ്പ് വ്യൂവിൽ പറയുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഈ പടത്തിൽ തന്നെ നോക്കൂ, ഇതിൽ ടോപ്പ് വ്യൂ എന്നാണ്. നമ്മളിപ്പോൾ ഹെലികോപ്റ്ററിൽ പോവാണ്, നമ്മൾ മേളിൽ നോക്കുമ്പോൾ കാണുന്ന ഇതാണ് നമ്മുടെ മാപ്പ് വ്യൂ. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കാണുന്ന ഇത്രയും പോർഷനെയാണ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബെഡിങ് ലെയറിനെ മാപ്പ് വ്യൂവിലാണ് പറയുന്നതെങ്കിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യാൻ സ്ട്രൈക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ക്രോസ് സെക്ഷനിലാണെങ്കിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യാൻ ഡിപ്പ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, സി ഫോർ എക്സാമ്പിൾ ഇതാണ് മാപ്പ് വ്യൂ. മാപ്പ് വ്യൂവിൽ ഞാൻ ഇങ്ങോട്ട് മേളിലേക്കുള്ളതാണ് നോർത്ത് ഡിറക്ഷനിൽ എടുക്കുമെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്ട്രൈക്ക് ഈ ബെഡിങ് ലെയർ ഇങ്ങനെയല്ലേ കിടക്കുന്നത് മേളിൽ നിന്ന് നോക്കുമ്പോൾ. സോ ഈ സ്ട്രൈക്ക് ഏത് ഡിറക്ഷനിലാണ് റൺ ചെയ്യുന്നത്? നോർത്ത് സൗത്ത് ഡിറക്ഷനിലാണ് എൻ്റെ സ്ട്രൈക്ക് റൺ ചെയ്യുന്നത്. ഓക്കെ, സോ മാപ്പ് വ്യൂവിൽ വെച്ചിട്ട് ഞാൻ പറയും മൈ സ്ട്രൈക്ക് ഇസ് റണ്ണിങ് ഇൻ ദി നോർത്ത് സൗത്ത് ഡിറക്ഷൻ. ഇനി ഞാൻ ക്രോസ് സെക്ഷൻ എടുക്കുവാണ്. സോ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ ഞാൻ എന്താ പറയുന്നത്? ഞാനത് ഡിപ്പ് വെച്ചായിരിക്കും പറയുന്നത്. ഓക്കെ, ഡിപ്പ് ഇസ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ വിത്ത് ദി ഇൻക്ലൈൻഡ് ബെഡ് ലെയർ. ഓക്കെ, ഐ തിങ്ക് സ്ട്രൈക്ക് ആൻഡ് ഡിപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. Now we are moving on to apparent and true dip. If a dip of a layer is measured along a direction which is perpendicular to the strike of that layer, then the measured dip is called the true dip. Okay, so strike ഏത് ഡിറക്ഷനിലാണോ പോകുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ഡിപ്പ് മെഷർ ചെയ്യുന്നത് എങ്കിൽ അതിനെ നമ്മൾ ട്രൂ ഡിപ്പ് എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, അല്ല എങ്കിൽ അതിനെ അപ്പാരന്റ് ഡിപ്പ് എന്ന് പറയും. സോ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ട്രൂ ഡിപ്പ് ആൻഡ് അപ്പാരന്റ് ഡിപ്പ്? tan alpha is equal to tan beta into cos gamma. Okay, where alpha is the apparent dip angle, beta is the angle of true dip, and gamma is the angle between strike of the layer and the direction in which the dip is measured. Okay, see ഈ പടത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇതില് ബീറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ ട്രൂ ഡിപ്പ് എന്ന് പറയുന്നത്, ഇതിൽ ആൽഫ എന്ന് പറയുന്നതാണ് നമ്മുടെ അപ്പാരന്റ് ഡിപ്പ്. ഓക്കെ, സോ ഈ അപ്പാരന്റ് ഡിപ്പ് എന്ന് പറഞ്ഞാൽ ട്രൂ ഡിപ്പ് ഇൻറ്റു എന്താണ് കോസ് ഗാമ. ഗാമ എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് ഡിറക്ഷനും പിന്നെ ഏത് ഡിറക്ഷനിലേക്കാണ് നമ്മുടെ ബെഡ് റോക്ക് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം. അതിന്റെ ഇടയ്ക്കും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. ഓക്കെ ഓക്കെ ആൻഡ് റിമെമ്പർ വൺ തിങ്, എപ്പോഴും അപ്പാരന്റ് ഡിപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ഡിപ്പിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, യെസ്. Now coming on to different types of dip ആണ്. First one is primary dip. Primary dip എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എർത്തിലുള്ള സോയിൽ ഫോർമേഷൻ ഇപ്പോൾ ഉണ്ടാവുന്ന സമയത്ത് ഒരു certain ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ഉള്ളത്. ഓക്കെ, and if the deposition of rocks takes place in that inclined surface ആണെങ്കിൽ the resulting rock formation will also be inclined in the same fashion. Okay, like already inclined ആയിട്ടുള്ള ഒരു സർഫസിലാണ് റോക്ക് ഫോർമേഷൻ ഉണ്ടാവുന്നത് എങ്കിൽ ആ റോക്ക് ഫോർമേഷനും അതേ സെയിം ഇൻക്ലിനേഷൻ ആയിരിക്കും. ഓക്കെ, ആ ഒരു ഇൻക്ലിനേഷനെയാണ് നമ്മൾ പ്രൈമറി ഡിപ്പ് അഥവാ ഡിപ്പോസിഷണൽ ഗ്രേഡിയൻസ് എന്ന് പറയുന്നത്. പ്രൈമറി ഡിപ്പിന്റെ വാല്യൂ യൂഷ്വലി 20 ഡിഗ്രീസിനും താഴെ ആയിരിക്കും. ഓക്കെ, now what is secondary dip? It is the inclination induced in the strata after its deposition due to tectonic forces. So deposition കഴിഞ്ഞിട്ട് tectonic plates continuously in motion ആണല്ലോ. So due to some tectonic forces ആ deposition സമയത്തുള്ള inclination ഒന്ന് ചേഞ്ച് ആവും. ഓക്കെ, ആ സമയത്ത് ഉണ്ടാവുന്ന inclinationനെയാണ് നമ്മൾ secondary dip എന്ന് പറയുന്നത്. Secondary dip may range in the value up to vertical ആണ്. Okay, and secondary dips are seen in the folded regions of the rock. So deposition സമയത്തുള്ള angle of inclination primary dip എന്നും അതിന് ശേഷമുള്ള inclination secondary dip എന്നുമാണ് നമ്മൾ പറയുന്നത്. Now coming on to local and regional dip.
Local dips are inclination of the rocks exposed in a limited area of observation, whereas regional dip is an averaged general inclination of a series of formation exposed over a wide area. ഒരു കുഞ്ഞ് ഏരിയ എടുത്തിട്ടാണ് അവിടുത്തെ റോക്ക് ഫോർമേഷന്റെ ഇൻക്ലിനേഷൻ പറയുന്നതെങ്കിൽ അതിനെ നമ്മൾ ലോക്കൽ ഡിപ്പ് എന്നും, ഓക്കെ, ഒരു വൈഡ് ഏരിയ എടുത്തിട്ട് എല്ലാ ലോക്കൽ ഡിപ്സിന്റെയും ആവറേജ് എടുത്തിട്ട് നമ്മൾ പറയുന്ന ഒരു ഇൻക്ലിനേഷൻ വാല്യൂവിനെ ആണ് നമ്മൾ റീജിയണൽ ഡിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് സ്ട്രൈക്ക് ആൻഡ് ഡിപ്പ്. Now coming on to folds and foldings. What are folds? Folds may be defined as the undulations अथवा bends or curvatures developed in the rock of the crust of the earth as a result of stresses to which these rocks have been subjected from the time to time in the past history of the earth. So rock in a deposition കഴിഞ്ഞിട്ട് as time passes these rocks are subjected to some external forces. ഈ external forces കാരണം റോക്കിന് എന്തെങ്കിലും ബെൻഡ് വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോൾഡ് എന്ന് പറയുന്നത്. Fold can be identified by the repetition of same bed with same depth and strike direction, and then same bed with opposite direction with same amount and strike direction. See, for example, ഇതൊരു ഫോൾഡ് ആണെന്ന് വെച്ചോ. ഓക്കെ, ഇതായിരുന്നു ശരിക്കും ഉണ്ടായിരുന്ന ബെഡ്. ഓക്കെ, സ്ട്രൈക്കിന്റെ ഡിറക്ഷൻ ഇതായിരുന്നെങ്കിൽ അടുത്ത കേസിൽ ഡിപ്പിന്റെ എമൗണ്ട് സെയിം തന്നെയാണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് വന്നു ആൻഡ് യു ആർ ഹാവിംഗ് ദ സെയിം ബെഡ്. ഓക്കെ, അതിനർത്ഥം എന്താണ്? അവിടെ ഒരു ഫോൾഡ് വന്നു എന്നാണ്. ഓക്കെ, സി, ഇവിടത്തെ ഡിപ്പ് ആംഗിൾ തന്നെയാണ് ഇവിടത്തെ ഡിപ്പ് ആംഗിളും, പക്ഷേ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കാണ് മെഷർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ആൻഡ് ഓൾസോ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ദി സെയിം ബെഡ്. സോ അതിൽ നമുക്ക് എന്താ മനസ്സിലാവുക? അവിടെ ഒരു ഫോൾഡിങ് വന്നിട്ടുണ്ട് എന്നാണ്. ആൻഡ് ദ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഫോൾഡിനെയാണ് നമ്മൾ ഫോൾഡിങ് എന്ന് പറയുന്നത്. ആൻഡ് ഫോൾഡിങ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു ജിയോളജിക്കൽ പ്രോസസ് ആണ്. ഇറ്റ് മെയിൻലി occurs ഡ്യൂ ടു ദി ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ്മെന്റ് കാരണമാണ് മെയിൻ ആയിട്ട് ഇത് ഉണ്ടാവുന്നത്. ഓക്കെ, see, what are the causes of folding? It is mainly due to tectonic അഥവാ നോൺ ടെക്ടോണിക് ഫോഴ്സസ് വരും. ഫോർ എക്സാമ്പിൾ വോൾക്കാനിക് ഇറപ്ഷനോ എന്തെങ്കിലും ലാൻഡ് സ്ലൈഡ്സോ അല്ലെങ്കിൽ അറ്റോമിക് എക്സ്പ്ലോഷൻ സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സസ് കാരണം ഈ ഫോൾഡ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ടെക്ടോണിക് റിയാക്ഷൻസ് കാരണം ഉണ്ടാവുന്ന ഫോൾഡിങ്ങിനെ കുറിച്ചാണ് ഇവിടെ ഉള്ളത്. Folding due to tangential compression. Lateral compression is believed to be the main cause for throwing the rocks of the crust into different types of fold. That is, present rockil perpendicular direction ഒരു compression വരുമ്പോഴാണ് കൂടുതലായിട്ടും ഈ folding ഉണ്ടാവുന്നത്. Okay? Under the influence of tangential stresses, folding may develop in any of the three ways. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലെക്ഷറൽ ഫോൾഡിങ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫ്ലോവേജ് ഫോൾഡിങ്, തേർഡ് വൺ ഇസ് കോൾഡ് ഷിയർ ഫോൾഡിങ്. വാട്ട് ഈസ് ഫ്ലെക്ഷറൽ ഫോൾഡിങ്? ഫ്ലെക്ഷറൽ എന്ന് പറയുമ്പോൾ തന്നെ അതൊന്ന് മനസ്സിലാക്കേണ്ടത് സംതിങ് റിലേറ്റഡ് ടു ബെൻഡിങ് ആണെന്നാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദാറ്റ് പ്രോസസ് ഓഫ് ഫോൾഡിങ് ഇൻ വിച്ച് ദി stronger rocks are thrown into folds due to their sliding against each other under the influence of lateral compression. See, രണ്ട് ബെഡ് ലെയർ ഉണ്ട്, റോക്കിന്റെ ബെഡ് ലെയർ ഉണ്ട്. ഇതിന്റെ ലാറ്ററൽ കംപ്രഷൻ കാരണം, ലാറ്ററൽ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ കംപ്രഷൻ വരുന്നത് കാരണം വാട്ട് ഹാപ്പൻസ് ഇസ് ഫോൾഡ് ഉണ്ടാവും. See, the stronger rocks are thrown into folds due to their sliding against each other under the influence of lateral compression. See, രണ്ട് ബെഡ് ലെയേഴ്സ് ഉണ്ട്. ഈ lateral compression കാരണം എന്താ സംഭവിച്ചത്? ഫോൾഡിങ് ഉണ്ടായി. ഓക്കെ, അതിനെയാണ് ഫ്ലെക്ഷറൽ ഫോൾഡിങ് എന്ന് നമ്മൾ പറയുന്നത്. The amount of slip or movement, ഓക്കെ, എത്രയാണ് നീങ്ങുന്നത്,
എന്നെങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി thickness of layers, okay, the nature of contact between the two layers, and also the distance from the hinge point and type of rock. So ഏത് ടൈപ്പ് റോക്ക് ആണ്, ആ രണ്ട് റോക്ക് ബെഡ് തമ്മിലുള്ള കോണ്ടാക്ട് എന്താണ്, എത്ര എമൗണ്ട് ഓഫ് ഫോഴ്സ് വരുന്നുണ്ട്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സി സെക്കൻഡ് കേസ് നോക്കൂ. ഇവിടെ ഓൾറെഡി ഒരു സ്ട്രോങ്ങർ റോക്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ വേറെ രണ്ട് ബെഡ് ലെയേഴ്സ് ഉണ്ട്, ലാറ്ററൽ കംപ്രഷൻ. സോ ഇത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുവാണ്. സോ ഈ ഒറ്റ സൈഡിൽ നിന്ന് ലാറ്ററൽ കംപ്രഷൻ വന്നപ്പോൾ കണ്ടോ എന്താ സംഭവിച്ചത്? ഇവിടെയും ബെൻഡിങ് വന്നു. ഒന്നും വേണ്ട, നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റീൽ കമ്പി ഉണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് കംപ്രസ് ചെയ്ത് നോക്കൂ. അവിടെ എന്താ ഉണ്ടാവുക? ബെൻഡിങ് ആണ് ഉണ്ടാവുക. സോ അത് പേരിൽ തന്നെ മനസ്സിലാക്കുക. ബെൻഡിങ് എപ്പോഴും വരുന്നത് ഡ്യൂ ടു ലാറ്ററൽ ഫോഴ്സസ് ആയിരിക്കും. സോ ലാറ്ററൽ ഫോഴ്സസ് കാരണം ബെൻഡിങ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഫ്ലെക്സുറൽ ഫോൾഡിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫ്ലോവേജ് ഫോൾഡിംഗ് ആണ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഫോൾഡിംഗ് ഇൻ വീക്കർ പ്ലാസ്റ്റിക് ടൈപ്പ് ഓഫ് റോക്സ് സച്ച് ആസ് ക്ലേസ്, ജിപ്സം എക്സെട്ര. ഓക്കെ, വീക്കായിട്ടും സോഫ്റ്റ് ആയിട്ടും ഉള്ള റോക്സിൽ ഫോം ചെയ്യുന്ന ഫോൾഡിങ്ങിനെയാണ് ഫ്ലോവേജ് ഫോൾഡിംഗ് എന്ന് പറയുന്നത്. During lateral compression, the material of the involved layers behave almost as a viscous material and gets buckled up and deformed at varying rates, suffering unequal distortion. See, ഇത് രണ്ടും ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ലാറ്ററൽ കംപ്രഷൻ കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഒരു വിസ്കസ് മീഡിയം പോലെ ആക്ട് ചെയ്തിട്ട് ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ബെൻഡിങ് ഉണ്ടായിട്ട് they'll get buckled up. അവിടെ ഇവിടെയൊക്കെ ചുരുങ്ങിയും ഇതൊക്കെ ആയിട്ട് ഒരു അൺഈവൻ ഡിസ്റ്റോർഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ഫ്ലോവേജ് എന്ന് പറയാൻ കാരണം എന്താണ്? ദ റോക്ക് മെറ്റീരിയൽസ് വിൽ സ്റ്റാർട്ട് ടു ഫ്ലോ അല്ലെങ്കിൽ ഫ്ലോയിങ് ബിഹേവിയർ കാണിക്കും. ഓക്കെ, hence the thickness of the resulting fold does not remain uniform. Okay, നമുക്കിപ്പോൾ ഒരു വിസ്കസ് മെറ്റീരിയൽ ആണ് നമ്മൾ ലാറ്ററൽ കംപ്രഷൻ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും അതിന്റെ ബെൻഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫ്ലോവേജ് ഫോൾഡിങ്ങിന്റെ തിക്നെസ് ഒരിക്കലും യൂണിഫോം ആയിട്ടല്ല ഉണ്ടാവുന്നത്. പിന്നെ വരുന്നത് ഷിയർ ഫോൾഡിംഗ് ആണ്. ഷിയർ ഫോൾഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി, നമ്മൾ ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ഫോൾഡിംഗ് ആണ്. Okay, so here folding is attributed to shearing stress rather than simple compression. Compression പകരം shearing stresses കാരണം folding ഉണ്ടാവുകയാണെങ്കിൽ അതിന് shear folding എന്നാ പറയുന്നത്. It is assumed that in such a process numerous closely spaced fractures develop in the rock at the first stage of process. So shearing നടക്കുന്ന സമയത്ത് എന്താ, രണ്ട് ലെയേഴ്സ് തമ്മിൽ പാരലൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ പാരലൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇഷ്ടം പോലെ ക്ലോസ്ലി സ്പേസ്ഡ് ക്രാക്സ് ആണ് ഉണ്ടാവും. നിങ്ങൾ RCCയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, ഷിയർ ക്രാക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതേ സെയിം മെക്കാനിസം തന്നെയാണ്. ഷിയർ ഫോഴ്സ് ഉണ്ടാവുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഷിയർ ക്രാക്സ് ഡെവലപ്പ് ചെയ്യും. This is followed by a displacement of the blocks so developed by different amounts so that ultimately the rocks takes up folded or in bent configuration. So shearing കാരണം closely spaced cracks ഉണ്ടാവും. ഈ cracks expand ചെയ്ത് അല്ലെങ്കിൽ propagate ചെയ്തിട്ട് finally ഒരു ബെൻഡ് ഷേപ്പിലേക്ക് വരും. അതിനെയാണ് നമ്മൾ ഷിയർ ഫോൾഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സെയിം RCCയിൽ ഷിയറിംഗ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഡയഗണൽ ക്രാക്സ് പോലെ തന്നെയാണ് ഇവിടെയും ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇത്രയും നേരം നമ്മൾ എന്താ നോക്കിയത്? ഫോൾഡിംഗ് ഡ്യൂ ടു ടാൻജൻഷ്യൽ ഓർ ലാറ്ററൽ കംപ്രഷൻ കാരണമാണ് ഷിയർ ഫോൾഡിംഗ് ആണ് നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോൾഡിംഗ് ഡ്യൂ ടു igneous intrusion. Okay, intrusion of magma or even salt bodies from beneath causes arching of the overlaying strata. See, folding due to igneous intrusion. Intrusion എന്ന് പറഞ്ഞാൽ കടന്നു വരിക. See, ഈ പാഠത്തിൽ തന്നെ നോക്ക്, ഇവിടെ നമ്മുടെ റോക്ക് ബെഡ് ഉണ്ട്, അടിയിൽ നിന്ന് മാഗ്മ അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് സോൾട്ട് വരുവാണ്. ഓക്കെ, അടിയിൽ പുഷ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? മുകളിൽ കയറി ഇങ്ങനെ ബെൻഡ് ആവും.
അതിനെയാണ് നമ്മൾ ഫോൾഡിംഗ് ഡ്യൂ ടു ഇഗ്നീഷ്യസ് ഇൻട്രൂഷൻ എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ എന്താ? തേർഡ് വൺ ഇസ് folding due to differential compression. Okay, that is when the weight of an overlying body is unequal, then different pressure is being applied. See, പേരിൽ നിന്ന് മനസ്സിലാവും ഡിഫറൻഷ്യൽ കംപ്രഷൻ ആണ്. എന്തുകൊണ്ട്? ഡിഫറെന്റ് എമൗണ്ടിലാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നത്. സി ഇപ്പൊ ഒരു ഫ്ലാറ്റ് സർഫസ് എടുത്തിട്ട് നമ്മൾ എല്ലായിടത്തും ഒരേ കംപ്രഷൻ കൊടുക്കുവാണെങ്കിൽ ബെൻഡിങ് ഉണ്ടാവോ? ഇല്ല. ഇത് ഇതേപടി അങ്ങ് താഴ്ന്നു പോകും. പക്ഷെ ഇവിടെ കുറവ് എന്നിട്ട് നടുക്കോട്ട് വരുമ്പോൾ ഞാൻ കംപ്രഷൻ കൂട്ടുവാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇങ്ങനെ പോകും അല്ലെ, ഒരു കർവ്ഡ് ഷേപ്പിലോട്ട് മാറും. അതുപോലെ തന്നെയാണ് സെഡിമെന്റ്സ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമല്ലോ. സോ സെഡിമെന്റിന്റെ വെയിറ്റ് നോൺ യൂണിഫോം ആവുന്ന സമയത്ത് ആ ബെഡ് റോക്സ് ആർ സബ്ജക്റ്റഡ് ടു നോൺ യൂണിഫോം അഥവാ ഡിഫറൻഷ്യൽ കംപ്രഷൻ. സോ കംപ്രഷൻ ഏത് സൈഡിലാണോ ഏറ്റവും കൂടുതൽ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ വരിക. സോ അങ്ങനെ കുറെ ഡിപ്രഷൻ ഒരുമിച്ചാവുമ്പോ എന്താ? ഒരു ബെൻഡ് ഷേപ്പിന്റെ ഫോമിലേക്ക് വരും. അതിനെയാണ് ഫോൾഡിംഗ് ഡ്യൂ ടു ഡിഫറൻഷ്യൽ കംപ്രഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെന്റ് പാർട്സ് ഓഫ് എ ഫോൾഡ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഫോൾഡ്. ഈ ഫോൾഡ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വേവ് പോലെ ട്രീറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ പാർട്സ് നമുക്ക് പഠിക്കാൻ പറ്റും. ഫസ്റ്റ് വരുന്നത് ലിംബ്സ് ആണ്. ലിംബ്സ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ദി സൈഡ് ഓഫ് ഫോൾഡിനെയാണ്. ഇതിന്റെ രണ്ട് സൈഡ്സിനെയാണ് നമ്മൾ ലിംബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ആർ ഹിഞ്ചസ്? ഹിഞ്ചസ് എന്ന് പറഞ്ഞാൽ മാക്സിമം കർവേച്ചർ പോയിന്റ് എവിടെയാണോ വരുന്നത് അതിനെയാണ് നമ്മൾ ഹിഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ പോയിന്റിനെയാണ് നമ്മൾ ഹിഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെയല്ലേ മാക്സിമം കർവേച്ചർ. സോ ഇവിടെ ഒരു ലിംബ് താഴേക്ക് വരുന്നു, അതേ പോയിന്റ് തന്നെയാണ് അടുത്ത ലിംബ് മേളിലേക്ക് പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ദി ലിംബ്. സോ അതിനെയാണ് നമ്മൾ ഹിഞ്ച് എന്ന് പറയുന്നത്. When rocks occur in a sequence and all their hinge points are joined together, അപ്പൊ നമ്മൾ എന്താ ആ ലൈനെ ഹിഞ്ച് ലൈൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇതൊരു ഹിഞ്ചാണ്, ഇതൊരു ഹിഞ്ചാണ്. ഇതുപോലെ ഇപ്പുറത്ത് ഒരു ഹിഞ്ച് പോവുകയാണെങ്കിൽ ഈ ഹിഞ്ച് പോയിന്റ്സിനെല്ലാം ജോയിൻ ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ആ ലൈനെയാണ് ഞാൻ ഹിഞ്ച് ലൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, തേർഡ് വൺ ഇസ് ദി ആക്സിയൽ സർഫസ് ആണ്. When hinge line is traced throughout the depth of the folded sequence, a surface is obtained which may be planar or non-planar. അതിനെയാണ് നമ്മൾ ആക്സിയൽ സർഫസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹിഞ്ച് ലൈൻ ത്രൂ ഔട്ട് അതിന്റെ ഡെപ്തിൽ വരച്ചു പോവുകയാണെങ്കിൽ നമുക്കൊരു സർഫസ് കിട്ടും. അതിനെയാണ് നമ്മൾ ആക്സിയൽ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, then we have axial plane എന്ന് പറയും. What is axial plane? The plane containing all the hinges of a fold. അതിനെയാണ് നമ്മൾ axial plane എന്ന് പറയുന്നത്. Okay, for example see, ഇതാണ് traces of axial plane എന്ന് പറയുന്നത്. See, ഈ പടത്തിൽ കുറച്ചും കൂടി ക്ലിയർ ആണ്. See, ഇതാണ് ഒരു ഫോൾഡ്, ഇത് ഒരു ഹിഞ്ച് പോയിന്റ്, ഇത് ഒരു ഹിഞ്ച് പോയിന്റ്. ഈ രണ്ട് ഹിഞ്ച് പോയിന്റിനെയും കൂടി ജോയിൻ ചെയ്യുന്നതാണ് ഹിഞ്ച് ലൈൻ. ഓക്കെ, ഹിഞ്ച് ലൈന് ഉള്ള സർഫസിനെയാണ് നമ്മൾ ആക്സിയൽ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എല്ലാ ഹിഞ്ചും കൂടി കിടക്കുന്ന പ്ലെയിനിനെയാണ് നമ്മൾ ആക്സിയൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സി ഈ പടത്തിൽ നിങ്ങൾക്ക് ആ ആക്സിയൽ പ്ലെയിന് കാണാൻ പറ്റും. The plane containing all the hinges is known as axial plane. Okay.